അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ലാ തജ്തമിഉ ഇത്നാൻ അൽ മസാമീർ വൽ ഖുർആൻ. ഖുർആനും വാദ്യോപകരണങ്ങളും രണ്ടും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരേ സമയത്ത് നിൽക്കില്ല. മ്യൂസിക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഖുർആൻ കേൾക്കുന്നത് ദേഷ്യമായിരിക്കും. മ്യൂസിക്കിന്റെ അടിമകളായ ആളുകൾക്ക് ഖുർആൻ കേൾക്കുന്നത് അരോചകമായിരിക്കും. എന്നാൽ ഖുർആൻ ഇഷ്ടപ്പെടുന്നവർക്ക് മറ്റേത് കേൾക്കാനും കഴിയില്ല. നമ്മുടെ കാതുകൾക്ക് ആനന്ദമാണ് വേണ്ടതെങ്കിൽ അതിന് എത്രയെത്ര അള്ളാഹു അനുവദിച്ച ഹലാലിന്റെ നഷീദുകളുണ്ട്. ഹലാലായ നല്ല അർത്ഥമുള്ള നല്ല നല്ല കവിതകൾ, നല്ല നല്ല പാട്ടുകൾ അതാവാമല്ലോ. അതുകൊണ്ട് وَإِن تُطِعْ أَكْثَرَ مَنْ فِي الْأَرْضِ يُضِلُّوكَ عَنْ سَبِيلِ اللَّهِ. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യാത്തവരാരാണ്? എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും അത് ചെയ്യുന്നവരല്ലേ, നാട് മുഴുവൻ ഓടുകയല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ മാത്രം ഇങ്ങനെ എന്ന് ചോദിക്കുന്നവർക്ക് മറുപടിയാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻആമിൽ പറയുന്നത്, വഇൻ തുതിഅ അക്സറ മൻ ഫിൽ അർദ്. നബിയേ, ഭൂമിയിലുള്ള അധികം ആളുകളും ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അധികം ആളുകളും ചെയ്യുന്ന ഒരു തിന്മ ഞാൻ അവരോടൊപ്പമാണ്, ജനങ്ങളെല്ലാവരും അങ്ങനെയെങ്കിൽ ഞാനും അങ്ങനെ എന്ന് അങ്ങ് പറയുകയാണെങ്കിൽ യുദില്ലൂക അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് വഴിതെറ്റിക്കാനേ നബിയെ അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അത് അല്ലാഹുവിന്റെ വഴിയാവണമെന്നില്ല. അതുകൊണ്ട് ജനങ്ങൾ ചെയ്യുന്നത് അതൊരു ന്യായമല്ല, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്നതും ന്യായമല്ല. നമ്മുടെ ന്യായവും ന്യായക്കേടും വിശുദ്ധ ഖുർആനും അവിടുത്തെ ഹദീസും തിരുചര്യയുമാണ്, സ്വഹാബത്തിന്റെ ചര്യയാണ്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ, പുണ്യ നബിതങ്ങളുടെയും അവിടുത്തെ സ്വഹാബത്തിന്റെയും ജീവിതമാണ് ജമാഅ. സുന്ന എന്ന് പറഞ്ഞ നബിതങ്ങളുടെ ജീവിതം, അതാണ് നമ്മുടെ മാതൃക. അവിടത്തേക്ക് ഇഷ്ടമായത് നമ്മുടെ ഇഷ്ടമാണ്, അവിടുന്ന് വെറുത്തത് ഇഷ്ടപ്പെടാത്തത് നമുക്കും ഇഷ്ടമല്ല. വഇസ്സതി വജലാലി, അല്ലാഹു റബ്ബ് തആല അല്ലാഹുവിന്റെ ഇസ്സത്തിനെ സാക്ഷി നിർത്തി പറയുന്നു, എൻ്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം, എൻ്റെ മഹത്വത്തെ തന്നെയാണ് സത്യം. ലാ യകൂനു അബ്ദും മിൻ അബീദി അലാ മാ ഉഹിബ്ബ്. ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കുന്ന ചില ആളുകൾ, കുറേ കാലം നല്ല സ്വലാത്തും ദിക്റിലും അയാൾ സുന്നിയായിരുന്നു എന്ന് പറയുമല്ലേ, നല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആളായിരുന്നു, പിന്നീട് മാറി, പിന്നെ റൂട്ട് മാറ്റിപ്പിടിച്ചു, പിന്നെ വേറെ ആളുകളുടെ കൂടെയാ ജീവിതം, പിന്നെ ഇതിലേക്കൊന്നും, പിന്നെ ഇതൊക്കെ ശിർക്കാണെന്നും വിദ്അത്താണെന്നും പറയുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ സ്വഹാബത്തിന്റെയും എന്റെയും അഹ്ലുസുന്ന വൽ ജമാഅയുടെ മാർഗത്തിൽ ജീവിക്കുന്ന ഒരാൾ ഫയൻതഖിലു ഇലാ മാ അക്റഹു, അല്ലാഹു വെറുക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെടാത്ത വഴികളിലേക്ക് നിങ്ങൾ വഴിമാറിയാൽ ഇല്ലൻ തഖൽതു ലഹു മിമ്മാ യുഹിബ്ബു ഇലാ മാ യക്റഹു, ആ മനുഷ്യൻ തന്റെ തീരുമാനം മാറ്റിക്കളഞ്ഞാൽ ഞാൻ എൻ്റെ തീരുമാനം മാറ്റിക്കളയുമെന്ന് അല്ലാഹു ജല്ല ജലാലു. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. കൃത്യമായും 5 നേരത്തെ നിസ്കാരം ഖളാ ആക്കാതെ ജമാഅത്തിൽ നിസ്കരിച്ചുകൊണ്ടിരുന്ന ആളുകൾ അത് നിർത്തിവെക്കുകയും പിന്നെ നിസ്കരിക്കാതെയാവുകയും ഖളാ ആക്കുന്നത് വിഷയമല്ലാതായി മാറുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകൾ മാറുകയാണെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം ഞാൻ മാറ്റിത്തരുമെന്ന് അല്ലാഹു ജല്ല ജലാലു പറയുന്നു. ഇന്നകും ലതഅമലൂന അമാലാ, അനസ് റളിയല്ലാഹു അൻഹു പറയട്ടെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഹിയ അദഖു ഫീ അഅ്യുനികും മിനശ്ശഅരി, നിങ്ങളുടെ കണ്ണിലൊരു കൊച്ചു മുടി വീണാൽ ആ മുടിയോളം നിസ്സാരമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു പറയാം, ഇൻ കുന്നാ ലനഅദ്ദുഹാ അലാ അഹദി റസൂലില്ലാഹി മിനൽ മൂബിഖാത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ആ ഒരു ചെറിയ കാര്യം പോലും ഞങ്ങൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകാനിടയാവുന്ന, നരകം കിട്ടാൻ നിമിത്തമാകുന്ന മഹാപാപങ്ങളാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. നിങ്ങളതിപ്പോ എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്, എത്ര സില്ലിയായിട്ടാണ് നിങ്ങളതിനെ കാണുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല കണ്ടിരുന്നത്, ഞങ്ങൾക്ക് ഭയമായിരുന്നു. കാരണം ഈ ജീവിതം ഇങ്ങനെ ഒരു നിഴല് നീങ്ങുന്ന പോലെ നിസ്സാരമാണെന്നും വളരെ ക്ഷണികമാണെന്നും 60, 70, 80 വയസ്സ് ജീവിച്ചാൽ ആ 80 കൊല്ലം ഒരു കണ്ണിമ വെട്ടുന്ന പോലെ കടന്നു പോകുന്ന ഒരു ലോകമാണിത്. എന്നാലും മതി വരുന്നില്ല, എന്നാലും ആഗ്രഹങ്ങൾ തീരുന്നില്ല, എന്നാലും സ്വപ്നങ്ങൾക്ക് അടക്കമില്ല. എല്ലാ സ്വപ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാവിധ സുഖങ്ങളും
പൊതിഞ്ഞുകൊണ്ടാണ്, 3 തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങളാണ് സത്യത്തിൽ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത്. മനുഷ്യ ശരീരത്തോടൊപ്പം എത്ര ആഗ്രഹങ്ങളാണ് ഖബറടക്കപ്പെടുന്നത്, എത്ര സ്വപ്നങ്ങളാണ് ഖബറിൽ കഴിയുന്നത്, എത്രയേറെ ആഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങളാണ് 3 തുണിയിലായി പൊതിയപ്പെട്ട് കൊണ്ടുപോയി കിടത്തുന്നത്. എന്തേ? അത് ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്ന ലോകമല്ല ഇത്. അതിനുള്ള സമയം ഇവിടെ ഇല്ല. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വലുതാണ്, അത് വേറെ വിഷയം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാവണമെങ്കിൽ തെറ്റുകൾ ചെയ്യാത്ത ജീവിതം ഉണ്ടാവണം. ഒരു ദിവസത്തിലെങ്കിലും നിങ്ങൾ ഒന്ന് എണ്ണി നോക്കുക, നിങ്ങൾ എത്രയാണ് തെറ്റുകളിലേക്ക് പോകുന്നത്. ഒരു ദിവസം നിങ്ങൾക്കൊരു തെറ്റുപോലും ചെയ്യാത്ത, നിങ്ങൾക്ക് തെറ്റു ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അന്ന് കിട്ടുന്ന മനസ്സിന്റെ ഒരു സമാധാനം അത് വളരെ വലുതാണ്. നിങ്ങൾ അനുഭവിക്കണമത്. ഒരു തെറ്റ് ചെയ്യാതെ കൃത്യമായി നിസ്കരിച്ചു, സുബ്ഹി മുതൽ കൃത്യമായി നല്ല കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടു, അനാവശ്യ വർത്തമാനങ്ങളില്ല, അനാവശ്യമായ ചിന്തകളിലേക്ക് പോയില്ല, അനാവശ്യമായ കാര്യങ്ങൾ വായിച്ചില്ല, എഴുതിയില്ല, അനാവശ്യമായത് ചർച്ചയ്ക്ക് പോയില്ല. നിങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു ദിവസത്തെ ജീവിതം പടച്ചതമ്പുരാൻ പറഞ്ഞ പോലെ ജീവിച്ചാൽ ലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, വളരെ മനോഹരമായ സംതൃപ്തമായ ജീവിതം നിങ്ങൾക്ക് അല്ലാഹു നൽകും. അവിടെ നിങ്ങൾക്ക് സന്തോഷമുണ്ട്, അവിടെ നിങ്ങൾക്ക് ആനന്ദമുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ കുലുങ്ങുന്നില്ല. എന്തേ? അല്ലാഹുവിന്റെ വഴിയിലാണ് നിങ്ങളുള്ളത്. അവിടെ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് കൂടെയുണ്ട്. ഇതല്ലാതെ ഒരു വഴി ഈ ലോകത്തില്ല. സമാധാനത്തിന്റെ വഴിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആർപ്പ് വിളിയും മട്ടഹാസവും പൊട്ടിച്ചിരിയും ഗാലറിയിൽ ഇരുന്നു കൊണ്ട് ഉന്മാദ ചിത്തരായി ആർത്തട്ടഹസിച്ച് തങ്ങളുടെ ടീമിന് വേണ്ടി ശബ്ദകോലാഹലുണ്ടാക്കുന്ന ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. എന്ത് ലഹരിയും എന്ത് ആനന്ദം വേണമെന്ന് വിചാരിച്ച് മനുഷ്യ ചിന്തകളെ, മനസ്സിനെ, മനുഷ്യന്റെ ബുദ്ധിയെ മറപ്പിച്ചു കളഞ്ഞ്, അതിന് മറയിട്ട് കളഞ്ഞ് നിങ്ങൾ ഉന്മാദ ലഹരിയിൽ ആർത്ത് തിമിർത്താടിയാലും അത് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്കാണ് തിരിച്ചു വരുന്നത്. ആ യാഥാർത്ഥ്യം അവിടെ ഇല്ലാതെയാവുന്നില്ല. നട്ടുച്ച നേരത്തെ സൂര്യന്റെ വെയില് കണ്ണിലേക്ക് വരുമ്പോ എനിക്ക് വെയില് വേണ്ട എന്ന് പറഞ്ഞ് കണ്ണ് ചിമ്മി പിടിക്കുന്ന പോലെ വെയിലവിടെ ഉണ്ടല്ലോ, കണ്ണ് ചിമ്മിയ മനുഷ്യൻ കണ്ണ് തുറന്നാൽ വീണ്ടും അത് കാണുകയായി. എന്നാൽ മനുഷ്യ മനസ്സിന് സമാധാനമുണ്ടാകാൻ അല്ലാഹു നിശ്ചയിച്ച വഴി ദിക്റാണ്, ഖുർആൻ പാരായണമാണ്, നാവും നമ്മുടെ ചെവിയും നമ്മുടെ മനസ്സും നിയന്ത്രിക്കലാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്തൊരു സമാധാനമാണിവിടെ, എന്തൊരു മനോഹരമാണ് ജീവിതം. അത്തരക്കാരായ ആളുകൾ വാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ പോലും പിച്ചും പിഴയും പറയാന്ന് പറയുന്ന അസുഖം പോലും അല്ലാഹുവിനെ ഓർത്ത് ജീവിച്ച ആളുകൾക്ക് വരുന്നില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين والتين والزيتون അത്തിപ്പഴമുണ്ടാകുന്ന, സൈത്തൂൻ ഉണ്ടാകുന്ന, ഒലീവ് മരമുണ്ടാകുന്ന ഫലസ്തീനിനെ തന്നെയാണ് സത്യം. വതൂരി സീനീൻ, മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് നൽകപ്പെട്ട സീനാ പർവ്വതത്തെ തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, പുണ്യനബിക്ക് ഖുർആൻ ഇറങ്ങിയ വിശുദ്ധമായ മക്കയെ തന്നെയാണ് സത്യം. ഫലസ്തീനിലാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കിതാബ് ഇൻജീൽ സഈർ മലയിലാണ് അവതരിക്കുന്നത്. അതാണ് വത്തീനി വസ്സൈതൂൻ, ഇൻജീൽ എന്ന കിതാബ് ഇറങ്ങിയ സ്ഥലം. വതൂരി സീനീൻ, തൗറാത്ത് ഇറങ്ങിയ സ്ഥലമാണ് തൂരി സീനീൻ. വഹാദൽ ബലദിൽ അമീൻ, വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ജബലുൻ നൂറുള്ള ഹിറാ ഗുഹയുള്ള നാട്, ആ പ്രദേശം വിശുദ്ധ മക്കയാണ്. ഈ സുരക്ഷിതമായ നാടിനെ തന്നെ സത്യം, അതായത് മക്കയെ. ഖുർആൻ ഇറങ്ങിയ 3 കിതാബുകളുടെ അവതരണ സ്ഥാനങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല പ്രൊപ്പോർഷനിലാണ്, ഏറ്റവും നല്ല പ്രകൃതത്തിലാണ് മനുഷ്യനെ അല്ലാഹു പടച്ചിട്ടുള്ളത്. മൃഗങ്ങളെപ്പോലെ ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് മുഖം വെച്ചുകൊണ്ടല്ല നമ്മൾ നടക്കുന്നത്, നിവർന്നുകൊണ്ടാണ് മനുഷ്യൻ നടക്കുന്നത്. ഇത് മനുഷ്യന് മാത്രം അല്ലാഹു നൽകിയൊരു പ്രത്യേകതയാണ്.
അങ്ങനെ കൃത്യമായ പ്രപ്പോർഷനിൽ 1000കണക്കിന് അത്ഭുതങ്ങളുടെ കലവറയാണ് മനുഷ്യന്റെ ശരീരം. നമ്മുടെ തലയോട്ടി ഒന്ന് തുറന്നു നോക്കിയാൽ, നമ്മുടെ ഹൃദയം ഒന്ന് പിളർന്നു നോക്കിയാൽ, നമ്മുടെ അടിവയറ്, നമ്മുടെ ശരീരത്തിൽ പോകുന്ന ഓരോ ഞരമ്പുകളുടെയും പ്രവർത്തനങ്ങൾ, നമ്മുടെ കണ്ണ് കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, അതിന്റെ അർത്ഥം നമ്മുടെ തലയിൽ നമുക്ക് മനസ്സിലാവുന്നത്, ഈ ശബ്ദങ്ങൾ ഓരോന്നും ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും നമുക്ക് മനസ്സിലാവുന്നത്, ഇതിനെല്ലാം 1000കണക്കിന് പ്രോസസ്സുകൾ നമ്മുടെ ബ്രെയിനിൽ നടന്നുകൊണ്ടിരിക്കണം മൈക്രോ സെക്കൻഡുകൾക്കിടയിൽ. ഇതെല്ലാം സൃഷ്ടിച്ച പരിപൂർണ മനുഷ്യനാണ് നിങ്ങൾ കുരങ്ങുന്നുണ്ടായതല്ല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നാം കൃത്യമായ ഏറ്റവും നല്ല പ്രകൃതത്തിലാണ് പടച്ചത് എന്ന് പറഞ്ഞാൽ കുരങ്ങിൽ നിന്നല്ല മനുഷ്യനുണ്ടായത് എന്ന് പറയുകയാണ് ഖുർആൻ. കുരങ്ങ് കാലും കയ്യും കുത്തി നടക്കുന്ന സാധനമാണ്, അതിന് ബാക്കിൽ വാലുമുണ്ട്. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ നിവർന്നിട്ടാണ്. ഫീ അഹ്സനി തഖ്വീം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين. ഈ ആയുസ്സിന്റെ അവസാനത്തിലേക്ക് എത്തിയാൽ നിങ്ങൾ ദുർബലരാകുന്നു, എല്ലുകൾ ദുർബലമാകുന്നു, പഴയ പോലെ ഓടാൻ കഴിയാതെ വരുന്നു, മൂത്രമൊഴിക്കാൻ പറ്റാതെ വരുന്നു, അപ്പോഴേക്കും വസ്ത്രത്തിലായി പോകുന്നു, ഒന്ന് ബെഡിൽ നിന്ന് എണീറ്റ് നടക്കാൻ പറ്റാതെയാകുന്നു. നിങ്ങളുടെ ബുദ്ധിയും ശരീരവും ഒരുപോലെ ചുരുങ്ങി വരുന്നു. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അവിടെയാണ് നമ്മുടെ വിഷയം. ഈമാനും സൽക്കർമ്മവും ചെയ്തവരൊഴികെ അവർക്ക് ബുദ്ധി ചുരുങ്ങുകയോ ശരീരം ദുർബലമാവുകയോ ചെയ്യുന്ന അവസ്ഥകൾ വരുന്നില്ല. അവർ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴും അവർക്ക് ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. ശരീരത്തിന് കാര്യമായ തളർച്ചകൾ അവർക്ക് വരുന്നില്ല. ഇത് അല്ലാഹു ഈമാനും അമലു സ്വാലിഹാത്തും ചെയ്തവർക്ക് കൊടുക്കുന്ന ഒരു സൗഭാഗ്യമാണ്. യൗവനം മുതൽ പ്രായപൂർത്തി ആയേടം മുതൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ സൗഭാഗ്യമുള്ള ആളുകൾക്ക് അവർക്ക് വാർദ്ധക്യത്തിന്റെ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് സജ്ജനങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അവരാകുമ്പോൾ നമ്മെ നല്ലതായിരിക്കും ഓർമ്മിപ്പിക്കുക. അവരാകുമ്പോൾ നല്ലതാണ് അവരിൽ നിന്ന് നമുക്ക് കാണാനുണ്ടാവുക. അവരുടെ നല്ല റോൾ മോഡലുകളാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ് നമ്മുടെ സംസ്കാരമായി മാറുന്നത്. خلي الذنوب صغيرها وكبيرها ذاك التقى واصنع كماش فوق أرض الشوك يحذر ما يرى لا تحقرن صغيرة إن الجبال من الحصى. ചെറുതല്ലേ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ, അത്രയല്ലേ ഉള്ളൂ. എൻ്റെ ഒരു നിസ്കാരമല്ലേ ഖളാ ആക്കിയിട്ടുള്ളൂ, ആ ഒരു നിസ്കാരമല്ലേ ഞാൻ പിന്തിച്ച് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചിന്തിക്കല്ലേ, അത് വലുതാണ്. ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. ബാങ്ക് വിളിച്ചാൽ അതിൻ്റെ ആദ്യ സമയത്ത് ചെയ്യുന്ന നിസ്കാരമാണ് അള്ളാഹുവിന് ഇഷ്ടം. പെണ്ണുങ്ങളെ, നമ്മളൊക്കെ ജോലി തിരക്കുണ്ട് എന്ന കാര്യം ശരി തന്നെയാണ്. നിങ്ങൾ വീട്ടു ജോലിയിൽ വളരെ വളരെ കൂടുതൽ വ്യാപൃതരാകുന്ന ഒരു സമയമാണ് ഉച്ചനേരം. ദുഹറിന്റെ വാങ്ക് വിളിക്കുന്ന നേരം. ഭക്ഷണമായില്ല, ഭർത്താവ് ഇപ്പൊ വരും, വാപ്പ ഇപ്പൊ വരും, മക്കളെ സ്കൂൾ വിട്ട് വരാനായി. അങ്ങനെ തിരക്ക് പിടിച്ച സമയമാണെന്നതിൽ ഒരു തർക്കവും നമുക്കില്ല. എന്നാൽ ആ ളുഹർ നിസ്കാരം അസർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പേക്ക് വരെ നീട്ടിക്കൊണ്ടുപോയി ഒരു ഒളു കൊണ്ട് ളുഹറിന്റെ അവസാന നേരത്തെ 4 റക്അത്തും അസറിന്റെ ആദ്യ നേരത്തെ 4 റക്അത്തുമായി നിങ്ങൾ ഒരു ജംഅ് ചെയ്യുന്ന പോലെയുള്ള ഈ നിസ്കാരം എന്തുകൊണ്ടങ്ങനെ നീട്ടിക്കൊണ്ടുപോയി എന്ന് അല്ലാഹു ചോദിച്ചാൽ, എന്റെ അടുപ്പത്ത് നിൽക്കുന്ന ഭക്ഷണമായിരുന്നു റബ്ബേ നിനക്ക് ചെയ്യുന്ന സുജൂദിനേക്കാൾ എനിക്ക് വലുത് എന്ന് പറയേണ്ടി വരും. എന്റെ മക്കൾ സ്കൂൾ വിട്ട് വരുന്നതാണ് റബ്ബേ നിനക്ക് ചെയ്യേണ്ട നിസ്കാരത്തെക്കാൾ എനിക്ക് വലുതായി തോന്നിയത്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, നമുക്ക് മൊത്തത്തിലുള്ളൊരു വിഷയമാണത്. വാങ്ക് വിളിച്ചാൽ ഒന്ന് കൈകാലുകൾ കഴുകി ഒളു കൊടുത്ത് വൃത്തിയായി അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. ഇല്ലെങ്കിൽ നീട്ടിക്കൊണ്ടുപോവാൻ, നിസ്കരിച്ചില്ലല്ലോ പടച്ചോനെ എന്റെ നിസ്കാരം, പിന്നെ അതങ്ങ് ഖളായി പോവാണ്. അതിന്റെ ആനന്ദം ആസ്വദിക്കാൻ കഴിയില്ല. ക്ലോക്കിലേക്ക് നോക്കിയിട്ടാ പിന്നെ കുത്തിമറിയുന്നത്. സമയം തീർന്നോ, വാങ്ക് കൊടുത്തോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സുബ്ഹി നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു മനുഷ്യന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തു എന്ന് വിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുപദ്രവിക്കാൻ പിന്നെ ആരെ കൊണ്ടും കഴിയില്ല. മൻ സ്വല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ
സുബഹി നിസ്കാരം ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരാൾ അവർ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ കിടക്കുന്ന ഒരാളെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കാൻ പോകരുത്. സുബഹി നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളെ നിങ്ങളൊന്നും പറയാൻ പോവണ്ട. അവർ കേട്ടാൽ വേദനിക്കുന്നത് പറയാൻ പോവണ്ട. അവരെ നിങ്ങൾ മാനസികമായി വിഷമിപ്പിക്കരുത്. കാരണം അല്ലാഹുവിന്റെ ഗ്യാരണ്ടിയിൽ പടച്ചതമ്പുരാന്റെ പ്രൊട്ടക്ഷനിൽ കിടക്കുന്ന ആളാണത്. അവരെ തൊട്ടാൽ അല്ലാഹു നിങ്ങളോട് ഇടപെടും എന്ന് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിസ്കാരം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ചെറുതാണ് എന്ന് നമുക്ക് തോന്നും. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, നമ്മൾക്കൊക്കെ സംഭവിക്കാവുന്നതാണത്. അത് ചെറുതല്ല. ചെറുതും വലുതും എല്ലാം അല്ലാഹുവിന് വേണ്ടി എല്ലാ തെറ്റുകളും ഒഴിവാക്കേണ്ടവരാണ് നമ്മൾ. ലാ തഹ്ഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസ്വാ. ചരൽക്കല്ലുകളല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒഴിവാക്കേണ്ട, നിസ്സാരപ്പെടുത്തേണ്ട. മലകൾ ഉണ്ടാകുന്നത് കൊച്ചു കൊച്ചു കല്ലുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് മലകളാകുന്നത്. അതുകൊണ്ട് കുറെ ചെറുതിങ്ങനെ കൂടിയാൽ അത് വലിയ മലയായി മാറും. അത് ചെറുതല്ലേ, അത് അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു പോവരുത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വിജയത്തിന്റെ മാർഗങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരുപക്ഷേ നമ്മുടെ ഈ തലമുറയിൽ നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം, ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സൗഭാഗ്യം, നാട് വിട്ടുപോയാൽ ഒരു പക്ഷെ കിട്ടാത്തത്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ജനാസയുടെ കൂടെ പോകാൻ കഴിയുന്നത്. അത് ചെറിയവരും വലിയവരും ആ ജനാസയെ അനുഗമിക്കുകയും മയ്യത്ത് ഖബറിലേക്ക് വെച്ച് അവിടെയുള്ള തൽഖീനും അവിടെയുള്ള എല്ലാ ദിക്റുകളും ദുആകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന ഒരു രംഗം വളരെ മനസ്സിനെ ചിന്തിപ്പിക്കുന്നതാണ്. ആ ഒരു രംഗം ഇനി കുട്ടികളൊന്നും, ചെറിയ മക്കളൊന്നും അത് കാണാൻ വരുന്നില്ല. അത് ചെറിയ മക്കൾ എന്ന് പറഞ്ഞാൽ ഒരല്പം പക്വതക്കുള്ള കുട്ടികളാണെങ്കിൽ അവർ കൂടെ വന്നോട്ടെ. അതുകൊണ്ടൊരു പേടിയോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെങ്കിൽ അതറിയണം. എന്തെന്നറിയോ, ആ ഒരു അവസ്ഥയിൽ നിന്ന് കിട്ടുന്നൊരു അറിവുണ്ട്. അതൊരുപാട് വാത് കേട്ടാലൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഒരു മയ്യത്ത്, പടച്ചവനെ, ഭൂമിക്ക് മുകളിലൂടെ ഇന്നലെ വരെ നടന്നിരുന്ന ഒരു മനുഷ്യനാണ് എണീറ്റിക്കാൻ പറ്റാതെ ഈ ഹൊറിസോണ്ടലായി കിടക്കുന്നത്. ഈ മനുഷ്യനെ ഖബറിലേക്ക് വെക്കുകയാണ്, മീസാങ്കല്ല് കൊണ്ട് മൂടാണ്. ഒരിറ്റു വെള്ളം പോലും അതിലേക്ക് വീഴാത്ത വിധം അതിനെ അടച്ചുറപ്പാക്കി മണ്ണിട്ട് മൂടുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്ത് പോരുകയാണ്. ആ വീടും ആ റൂമും അവരുപയോഗിച്ച വസ്ത്രവും അവരുടെ എല്ലാം അവിടെ ബാക്കി വെച്ചവർ പോയിരിക്കുകയാണ്. ഈ ഒരു അറിവ്, ഇതൊരു വല്ലാത്ത അറിവാണ്. നമുക്കിവിടെ സ്ഥിരം കിട്ടുന്നത് കൊണ്ടൊരു പക്ഷെ അതിന്റെ വില നമുക്കറിയില്ലായിരിക്കാം. പക്ഷെ ഗൾഫിൽ ഉള്ള മക്കള്, വിദേശങ്ങളിലുള്ള മക്കള്, അവർക്കൊന്നും അതിന് അവസരങ്ങളില്ല. അതിൻ്റെയൊക്കെ കുറവ് അവരുടെ ജീവിതത്തിൽ കാണുകയും ചെയ്യും. നമ്മളത് ഒരു വേള ആലോചിച്ചു നോക്കുമ്പോൾ വലിയൊരു അറിവ് നൽകുന്ന സംഗതിയാണത്. അതുകൊണ്ടാണ് ഒരു മയ്യത്ത് മരണപ്പെട്ടാൽ ആ മയ്യത്തിന്റെ കൂടെ പോവുകയും ജനാസ നിസ്കരിക്കുകയും ചെയ്താൽ ഒരു മഹാമലയോളം, ഉഹദ് മലയോളം വരുന്ന പ്രതിഫലം ആൾക്ക് കിട്ടും. പിന്നെ പറഞ്ഞു നിബിതങ്ങൾ, ആ മയ്യത്തിനെ മറവ് ചെയ്യുന്നവരെ നിങ്ങൾ അവിടെ നിന്നാൽ ഉഹദ് മലയോളം, 2 ഉഹദ് മലകളോളം വരുന്ന കൂലി മറവ് ചെയ്തു പോരുന്ന ആളുകൾക്ക് കിട്ടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ദീനാറുൽ അയ്യാർ റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ, അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളിലൂടെ ജീവിച്ച ആളായിരുന്നു. ദീനാറുൽ അയ്യാർ ഒരു ദിവസം ഇങ്ങനെ വരുമ്പോ പള്ളിക്കാട്ടിൽ മറവ് ചെയ്യപ്പെട്ടു പോയ ഏതോ ഒരു മയ്യത്തിന്റെ എല്ലുകൾ പുറത്തു വന്ന് കിടക്കുന്നത് കണ്ടതാണ്. ഒരു മനുഷ്യന്റേതാണ്. അവിടേക്ക് മരുഭൂമിയല്ലേ, മണലാണ്. അപ്പൊ മണലിന്റെ ഖബറൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അങ്ങ് പുറത്തേക്ക് വല്ല ജന്തുക്കളോ എന്തെങ്കിലും കടിച്ചെടുത്തിട്ടോ എങ്ങനെയെങ്കിലും പുറത്തു വന്നേക്കാം, അല്ലെങ്കിൽ ഖബർ ഇടിഞ്ഞു പോയേക്കാം. അങ്ങനെ എങ്ങാനും സംഭവിച്ചതാകണം. ആ ഒരു ജുബ്ബാന എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാൻ, അവിടുത്തെ ആ എല്ലുകൾ കണ്ടപ്പോഴേ, അതുവരെ നിസ്കാരമില്ലാതെ ജീവിച്ചിരുന്നൊരു മനുഷ്യൻ, അതുവരെ മദ്യപാനത്തിലായി ജീവിച്ച ഒരാൾ, അദ്ദേഹത്തിന്റെ മനസ്സിന് പെട്ടെന്നൊരു മാറ്റം വരുന്നു. അയാളങ്ങനെ ചിന്തിച്ചു, പടച്ചവനെ, നാളെ ഞാനും ഇങ്ങനെയല്ലേ ആവാൻ പോകുന്നത്? നമ്മൾ എങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്ന നമ്മുടെ ശരീരവും നമ്മുടെ മുഖവും നമ്മുടെ കൈകാലുകളും നമ്മുടെ വസ്ത്രവും ഇതൊക്കെ നാളെ പുഴുക്കളരിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ തുറന്നു നോക്കിയാൽ മനസ്സിലാകാത്ത വിധം വികൃതമായി നമ്മൾ മണ്ണിലേക്ക് ചേർന്ന് മണ്ണിന്റെ അംശമായി മാറി നമ്മൾ ഇല്ലാതെ അലിഞ്ഞു ചേരുകയാണ്. റബ്ബി. ചില ആളുകളുടെ ശരീരങ്ങളെ അള്ളാഹു സൂക്ഷിക്കും. ആദരവ്, കറാമത്ത് പ്രകാരം അള്ളാഹു ചിലരുടെ ശരീരങ്ങളെ മണ്ണ് തൊടാതെ സൂക്ഷിക്കും. അത് മറ്റൊരു വിഷയം. സാധാരണഗതിയിൽ സംഭവിക്കും. നമ്മുടെ ശരീരം അലിഞ്ഞു പോകുന്നു മണ്ണിലേക്ക്.
അദ്ദേഹം ഈ എല്ലുകളെ നോക്കി പറയാൻ തുടങ്ങി, ഇലാഹി അൽഖൈതു ഇലൈക മഖാലീദ അംരി ഫഖ്ബിൽനി വസ്തുർനി യാ അർഹമർ റഹീമീൻ. കാരുണ്യവാനാണ് റബ്ബേ നീ എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എൻ്റെ എല്ലാം നിന്റെ മുമ്പിൽ ഞാൻ അഴിച്ചിടുകയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചു റബ്ബേ, നീ എന്നെ സ്വീകരിക്കണമേ. ഇങ്ങനെ ഒരവസ്ഥ എനിക്കും നാളെ വരാനിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഫഖ്ബൽനി വസ്തുർനി യാ അർഹമർ റഹീമീൻ. വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉമ്മയാണുള്ളത്. ആ ഉമ്മയെ കാണുന്നു. ഉമ്മ കാണുമ്പോൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ദീനാർ എന്ന് പറയുന്ന തൻ്റെ മകൻ ദീനാറുൽ അയ്യാർ കരയുകയാണ്. ശരീരമാസകലം എന്തോ വിവർണമായിരിക്കുന്നു, എന്തോ പേടി കുടുങ്ങിയിരിക്കുന്നു. മോനോട് ചോദിച്ചു, മോനെ എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്തിനാണ് മോനെ നീ കരയുന്നത്? ഒന്നുമില്ല ഉമ്മ, ഞാൻ എന്നെക്കുറിച്ചൊന്ന് ഓർത്തു പോവുകയാണ്. ആരും എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചില്ലല്ലോ. ഈ ദുന്യാവ് കഴിഞ്ഞ് എല്ലാം മടക്കി വെച്ച് പൂട്ടിവെച്ച് ഇവിടെ നിന്ന് പോകേണ്ടവനാണെന്ന് എന്നെ ആരും എന്താ ഓർമ്മിപ്പിക്കാതിരുന്നത്? പള്ളിക്കാട്ടിലൂടെ കടന്നു വരുമ്പോഴേ എന്റെ മുമ്പ് കഴിഞ്ഞു പോയ ആരുടെയോ ഒരാളുടെ തലയോട്ടിയും ശരീരഭാഗങ്ങളും ഞാൻ പുറത്തു കാണുന്നു. റബ്ബേ, മുഖം പോലുമില്ലാതെ മാംസമില്ലാതെ എല്ലുകളായി കിടക്കുന്ന അവസ്ഥയിലേക്ക് ഞാനും മാറുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉമ്മ എനിക്ക് കരച്ചിൽ വരികയാണ്. അന്ന് രാത്രി ദീനാറുൽ അയ്യാർ പ്രാർത്ഥനയിൽ നിസ്കരിക്കാൻ നിന്നുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. നഹീബുൻ സുമ്മ നഹീബ്, കരച്ചിലോട് കരച്ചിലാണ്, വല്ലാത്ത കരച്ചില്. ഉമ്മ ചോദിച്ചു, മോനെ ഇർഫഖ് ബിജിസ്മിക ഖലീലാ, മോനെ ഇങ്ങനെ പൊട്ടി കരയല്ലേ, ഒരൽപ്പം നീ നിന്നോടൊന്ന് കരുണ കാണിക്ക്. ഇങ്ങനെ കരഞ്ഞാ നീ മരിച്ചു പോവില്ലേ? ഉമ്മാ ദഈനി അത്അബു ഖലീലാ ലഅല്ലി യസ്തരീഹു തവീലാ. ഉമ്മാ, നിങ്ങളൊന്നും പറയല്ലേ, കുറച്ചു നേരം ഞാനൊന്ന് ക്ഷീണിച്ചാൽ എന്താ, കുറച്ചു നേരം ഞാനൊന്ന് കരഞ്ഞാൽ എന്താ? ഒരുപാട് നീണ്ടു നിൽക്കുന്ന അനന്തമായ പരലോകത്തിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോ അവിടുന്ന് ദുഃഖിക്കാതിരിക്കാൻ, അവിടുന്ന് സങ്കടപ്പെടാതിരിക്കാൻ കുറച്ചു നേരം ഇവിടുന്ന് സങ്കടപ്പെട്ടെങ്കിൽ എന്താ ഉമ്മ? ഞാനൊന്ന് കരഞ്ഞോട്ടെ. വീണ്ടും കരയുന്നു. ഉമ്മ ഇന്നലീ മൗഖിഫൻ ബൈന യദയിൽ ജലീൽ, മഹോന്നതനായ അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് പോയി നിൽക്കേണ്ടതുണ്ടല്ലോ. വലാ അദ്രി ഇലാ ദുല്ലിൻ ദലീലിൻ അം ഇലാ ശർരിൻ മഖീൽ. വിചാരണ കഴിഞ്ഞ് കിതാബുകൾ നൽകപ്പെട്ടാൽ ഉമ്മ, ഈ ദീനാറിനോട് അല്ലാഹു പറയുന്നത് സ്വർഗത്തിലേക്ക് പോകാനാണോ അതല്ല നരകത്തിലേക്ക് പോകാനാണോ എന്നെനിക്കറിയില്ലല്ലോ ഉമ്മ. അതുകൊണ്ട് ഇന്നി അഖാഫു അനാഅൻ ലാ റാഹത ബഅദ, ഇനി ഒരിക്കലും ആശ്വസിക്കാൻ കഴിയാത്ത വിധം ഞാനന്ന് അവിടെ തളർന്നു പോകുമോ എന്ന് പേടിക്കുകയാണ്. വതൗബീഖൻ ലാ അഫ്വ മഅ, ഒരിക്കലും എനിക്ക് മാപ്പ് ലഭിക്കാതെ അല്ലാഹു എന്നെ പരകോടി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യുമ്പോൾ ഞാനന്ന് തളർന്നു പോകുമോ ഉമ്മ, ഞാൻ ഭയപ്പെടുകയാണ്. അപ്പോഴും ഉമ്മ പറഞ്ഞു മക്കളോട് ഉമ്മമാർക്ക് അങ്ങനെയല്ലേ സ്നേഹം. ബുനയ്യാ അക്തർത മിൻ ഇത്ആബി നഫ്സിക്, ആ സംഭവം ഉണ്ടായ തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ കഴിയാതെ തേങ്ങിക്കരച്ചിലാണ്, ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുള്ള കരച്ചിലാണ്. ഉമ്മ പറഞ്ഞു, മോനെ ഒരുപാടായില്ലേ നീ ശരിക്കൊന്ന് ഉറങ്ങിയിട്ട്, ഒന്ന് ഉറങ്ങു മോനെ. ഉമ്മ, എന്റെ ശരീരത്തിന്റെ ആശ്വാസമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ശരീരത്തെ ഞാൻ തളർത്തുന്നത് ആശ്വസിക്കാൻ വേണ്ടി മാത്രമാണ്. ഉമ്മ, നിങ്ങൾ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇന്നലി ഇബ്നികി ഫിൽ ഖബരി ഹബ്സൻ തവീല, ഒരുപാട് കാലം ഖബറിൽ കാത്തു കിടക്കണ്ടയോ ഉമ്മ? നമ്മൾ ആലോചിച്ച് നോക്കി, ആദം നബി അലൈഹിസ്സലാം മുതൽ പുണ്യ നബിതങ്ങൾ വരെയുള്ള നബിമാരടക്കം ഇന്ന് വരെ മരണപ്പെട്ട മുഴുവൻ ആളുകളും ഖബറിൽ ഇനി കാത്തിരിക്കുകയാണ് ഖിയാമത്ത് നാളെ നടക്കുന്നവരെ. നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴുന്ന ദിവസം, ആകാശ ലോകങ്ങളുടെ പ്രപഞ്ചത്തിലെ ഗോളങ്ങളെല്ലാം പൊട്ടി തകരുന്ന ദിവസം എന്ന് ഖുർആൻ പറഞ്ഞ വഇദൽ ബിഹാറു ഫുജ്ജിറത്,
സമുദ്രത്തിന്റെ ഉപരിതലങ്ങളിൽ ഫ്ലെയിംസ്, തീജ്വാലകൾ കാണപ്പെടുന്ന ദിവസം, ആ ഒരു നാളിലാണ് സൂറന്ന കാഹളത്തിൽ അല്ലാഹുവിന്റെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നത്. ആ ദിവസം വരെ മുഅ്മിനീങ്ങൾ ഖബറിൽ കാത്തു കിടക്കാൻ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ. ആ വെയിറ്റ് മുഅ്മിനീങ്ങളായ ആളുകൾ, മുഅ്മിനീങ്ങളല്ലാത്തവരും ആ വെയിറ്റ് ചെയ്യുന്ന സമയത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. സത്യവിശ്വാസികളായ ആളുകൾക്ക് അശ്ർ മഗ്രിബിന്റെ ഇടയിലെ സമയം പോലെ ചെറുതായിട്ടേ തോന്നുകയുള്ളൂ. ആദം നബി അലൈഹിസ്സലാം മരണപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു പക്ഷേ 21,000-ലേറെ കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാകും മിനിമം. അത്രയും വർഷം അശ്ർ മഗ്രിബിന്റെ ഇടയിൽ ഇനി എന്നാണോ ഖിയാമത്ത് നാൾ നടക്കുന്നത്, ആ സമയം വരേക്കും അത്രയേ മുഅ്മിനീങ്ങൾക്ക് തോന്നൂ. അല്ലാത്തവർക്ക് ഒരുപാട് നാൾ അവസാനിക്കാത്ത അനന്തമായ നീളുന്ന ദിവസങ്ങളാണ് ഖബറിൽ. അതൊരു വിശ്രമമാണ്. ഖബറിൽ വിശ്രമമാണ്. അത് വെറും ഒരു മണ്ണല്ല. ഒന്നുകിൽ അത് സ്വർഗമാണ്, അല്ലെങ്കിൽ അത് നരകമാണ്. രണ്ടാലൊന്നല്ല. ഖബറിൽ ഒന്നുകിൽ സ്വർഗമാണ്, അല്ലെങ്കിൽ നരകത്തിന്റെ കഷ്ണമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്കത് സ്വർഗമാക്കി തരണേ റബ്ബേ. ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്കും എല്ലാ മുഅ്മിനാത്തുകൾക്കും റബ്ബേ സ്വർഗത്തിന്റെ കഷ്ണമാക്കി തരണേ പടച്ചവനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ദീനാറുൽ അയ്യാർ എന്നവര് സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്ത് കരയുകയാണ്. ووقوفا بين يدي الرحمن طويلا. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒരുപാട് നേരം വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു മനുഷ്യനാണ് ഞാൻ ഇങ്ങനെ നടന്നിട്ട് ആരും എന്നോട് നന്നാവാൻ പറയാതിരുന്നത്? എന്തേ ആരും എന്നോട് നീ ഇങ്ങനെ ആയാൽ പോരാ എന്ന് എന്തുകൊണ്ട് ആരും എന്നോട് പറഞ്ഞില്ല? ഉമ്മ, എനിക്കിപ്പോ വയസ്സായില്ലേ, ഞാൻ ഈ നേരത്തല്ലേ ഒന്ന് നന്നാവാൻ നോക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ എനിക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ്. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. ഇതിങ്ങനെ ഓതിയിട്ട് അദ്ദേഹം ബോധം കെട്ടി വീഴുമത്രേ. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ. ഫവറബ്ബിക, നബിയേ, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലനസ്അലന്നഹും അജ്മഈൻ. മനുഷ്യരെല്ലാവരോടും ഞാൻ ചോദിക്കും. തലയും ബുദ്ധിയും വിവേകവും കൊടുത്ത സർവ്വ മനുഷ്യരോടും ഞാൻ ചോദിക്കും. ആരും വിട്ടുപോകുന്നില്ല. ആരും ഒരു മതിലിന്റെ മറയിലിരുന്ന് ഒളിഞ്ഞിരുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. വലനസ്അലന്നഹും ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. ആലോചിക്കുമ്പോൾ പേടിയാവാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവനും ഓരോ കാര്യത്തെക്കുറിച്ചും ഞാൻ നിങ്ങളെ ചോദിക്കാതെ വിടില്ല എന്ന് സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹുവിന്റെ പ്രഖ്യാപനം. നിങ്ങൾ വെറുതെ കളിക്കാൻ വിട്ടതല്ല. ഖുർആന്റെ ഒരു പ്രയോഗമാണത്. മാ കുന്നാ ലാഇബീൻ. ഞങ്ങളെ കളിക്കാൻ വിട്ടതല്ല ഇങ്ങോട്ട്. എന്താണതൊക്കെ റബ്ബേ? നമ്മൾ വിചാരിച്ചു കളിയാ വലിയ സംഭവം എന്ന്. അല്ലാഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ കളിക്കാൻ വിട്ടതല്ലല്ലോ, ഞാൻ നിങ്ങളെ ഒരു ദൗത്യം നിർവഹിക്കാൻ വിട്ടതാ. നിങ്ങളുടെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തു, പക്ഷെ നിങ്ങൾ കാര്യമായി പണിയെടുക്കുന്ന ഭക്ഷണം കിട്ടാനാണ്. ഞാൻ നിങ്ങളെ നിയോഗിച്ചത് എൻ്റെ ഇബാദത്തിനാണ്. നിങ്ങൾ ജോലി ചെയ്യണം, പക്ഷെ നിങ്ങളുടെ ഭക്ഷണവും നിങ്ങളുടെ വരുമാനവും നിങ്ങളുടെ ടെൻഷനായി മാറരുത്. അത് ഞാൻ ഏറ്റെടുത്ത വിഷയമാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടുണ്ടോ, എൻ്റെ ഖൽബ് കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് സ്നേഹത്തോടെ അള്ളാഹുവിനെ വിളിച്ചിട്ടുണ്ടോ. ഇത്രയൊക്കെ നൽകിയ ഒരു പടച്ചവനോട് നന്ദി ചെയ്യണ്ടേ? നമുക്കൊരു 10 രൂപ ഒരാൾ തന്നാൽ ഒരു നന്ദി തോന്നൂലേ? നമുക്കൊരു 100 രൂപ തന്നാൽ ഒരു ചിരിക്കാനെങ്കിലും തോന്നൂലേ? റബ്ബ് ഇതൊക്കെ തന്നിട്ട് മൂക്കിൽ പൈപ്പ് വെക്കാതെ നമ്മൾ ശ്വസിച്ചില്ല ഇത്രയും നാൾ. അള്ളാഹുവിനോട് സ്നേഹത്തോട് അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു അൽഹംദുലില്ലാ പറയുമ്പോൾ സന്തോഷം കൊണ്ടാണ് റബ്ബേ നീ എനിക്ക് തന്നതിൽ ഞാൻ സംതൃപ്തനാണല്ലോ എന്ന ഒരു സന്തോഷത്തോടുകൂടെയുള്ള ഒരു ശുക്ർ, സ്നേഹത്തോടുകൂടെയുള്ള നമ്മുടെ തലവെച്ച് സുജൂദ് ചെയ്യുന്ന സുജൂദ്. റബ്ബേ നീ ആകാശ ലോകങ്ങൾക്കും അതീതമാണ് റബ്ബേ, നീ പ്രപഞ്ചത്തിന് അതീതനാണ്, നീ ഉന്നതിയിലാണ് റബ്ബേ, ഞാൻ മണ്ണിനോളം താഴെയാണ്. മണ്ണിലാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. കാർപ്പറ്റിലും പായലും സുജൂദ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നാത്തതുകൊണ്ടാ. ശരിക്കും നമ്മൾ സുജൂദ് ചെയ്യുന്ന മണ്ണിലാ. ഞാൻ മണ്ണോളം താഴെയാണ് റബ്ബേ, നീ എത്രയോ മീതയാണ് റബ്ബേ. അതാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. നീ മേലെയാണ്, അപ്പൊ ഞാൻ താഴെയാണ്. സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് ഞാൻ വലിയ ആളാന്ന് തോന്നൂല. എന്തേ? അവൻ പറയുന്നത് വിനയത്തിന്റെ വാക്കാണ്. നീ മേലെയാണ് റബ്ബേ, ഞാൻ താഴെയാണ്. നമ്മളിതൊക്കെ ആലോചിക്കാറുണ്ടോ നിസ്കരിക്കുമ്പോ? അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീ ഏറ്റവും വലിയവനാണെന്ന് പറഞ്ഞ് കൈയിങ്ങനെ കെട്ടുമ്പോ നമ്മുടെ ദുന്യാവിന്റെ എല്ലാ ചിന്തകളും, നമ്മുടെ കുട്ടികളും, നമ്മുടെ ജോലിയും, നമ്മുടെ വീട്ടുകാര്യങ്ങളും, നമ്മുടെ എല്ലാ തിരക്കുകളും ബേക്കോട്ട് തള്ളിയിട്ടാണ് അല്ലാഹു അക്ബർ, നീ വലിയവനാണ് റബ്ബേ, നിന്റെ കാര്യം ഏറ്റവും വലിയ വിഷയമാണ്. പക്ഷെ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത്, അപ്പോൾ സെമിയിൽ എന്താ കാര്യം നടക്കാൻ പോവുക, ഫൈനലിൽ പോയി ആരായിരിക്കും ജയിക്കാൻ പോവുക,
റബ്ബേ ഇതൊക്കെ എൻ്റെ പിന്നിൽ ഞാൻ ഇട്ട സംഗതിയാണ്, നീയാണ് വലുത് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ചിന്തയിലേക്ക് വരുന്നതൊക്കെ നിസ്സാരമായ കാര്യങ്ങൾ. നമ്മളൊരു മനുഷ്യന്റെ മുമ്പിൽ ഒരു നിവേദനം കൊടുക്കുമ്പോഴേ മുഖത്ത് നോക്കി അച്ചടക്കത്തിലും ഭവ്യതയിലും നോക്കി ഒരു നിവേദനം കൊടുക്കേണ്ടതിന് പകരം നമ്മൾ തിരിഞ്ഞു കൊടുത്താൽ അവർ സ്വീകരിക്കോ? അള്ളാഹുവിനോട് നമ്മൾ അതല്ലേ ചെയ്യണത്? അല്ലാഹു അക്ബർ, നീയാ റബ്ബേ പടച്ചവൻ, നീയാണ് റബ്ബേ ഏറ്റവും വലുത്. പക്ഷേ ഒരു ഈച്ച നമ്മുടെ ദേഹത്ത് വന്നിരുന്നാൽ അത് വലിയ വിഷയമായി അല്ലേ? ചെറിയ ചെറിയ ശബ്ദം പോലും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാണ്, നമ്മളിതിൽ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കാര്യം പറയുന്നത്? നമ്മൾ ആരോടൊക്കെയോ പറഞ്ഞ പോലെ കടമ നിർവഹിക്കുന്ന പോലെ കുത്തിമറിഞ്ഞ് എഴുന്നേറ്റ് പോരല്ലേ? ഒരു സ്നേഹത്തോടെ നമ്മൾ തക്ബീർ ചൊല്ലി റുകൂഅ് ചെയ്ത് സുജൂദിൽ വീണ് അള്ളാഹുവിന്റെ മുമ്പിൽ അത്തഹിയാത്തിൽ ഇരുന്ന് ദുആ ചെയ്ത്, അള്ളാഹുവേ ഞാൻ എഴുന്നേൽക്കാണ്ട് പടച്ചവനെ, എന്റെ വലതിലും എന്റെ ഇടതിലും നീ സമാധാനം നൽകണമേ പടച്ചവനെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഈ സമാധാനത്തിലെ റബ്ബേ ഞാൻ എഴുന്നേൽക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിസ്കാരത്തിന് എഴുന്നേൽക്കുന്നത്. നമുക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? നമ്മൾ അങ്ങനെയല്ലേ നിസ്കരിക്കേണ്ടിയിരുന്നത്? യാ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നന്മയുടെ തീരുമാനങ്ങൾ എത്തണം, നല്ല നല്ല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം, നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോന്നും നമ്മെ അള്ളാഹുവിലേക്ക് ബന്ധിപ്പിക്കണം. അപ്പോഴാണ് ഈ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുക. ഓരോന്നും, ഓരോ മഴത്തുള്ളിയും, ഓരോ ചെടിയും, ഓരോ മണൽത്തരിയും കാറ്റടിച്ച് വീശുമ്പോഴും, ആകാശത്തെ നക്ഷത്രങ്ങൾ കാണുമ്പോഴും, ചെടികളിൽ മുല്ലകൾ അതിൻ്റെ പൂക്കൾ വിരിയുമ്പോഴും, കായ്ക്കനികൾ കായ്ക്കുമ്പോഴും, ആകാശത്തെ മേഘപടലങ്ങൾ കാണുമ്പോഴും, ഭൂമിയിലെ മണൽത്തരികളും ജന്തുജാലങ്ങളും പക്ഷികളുടെ കളകൂജനങ്ങൾ കേൾക്കുമ്പോഴും, സമുദ്രങ്ങളിലെ മത്സ്യങ്ങളെ അറിയുമ്പോഴും എല്ലാറ്റിലും അള്ളാഹുവിനെ കാണാൻ കഴിയണം. ഇതൊക്കെ എൻ്റെ റബ്ബിന്റെ സൃഷ്ടിയാണ്, ഇതൊക്കെ എൻ്റെ റബ്ബിന്റെ സൃഷ്ടിയാണ്. ഇതൊന്നും വെറുതെ ഉണ്ടാവില്ല, വെറുതെ ഉണ്ടാവില്ലല്ലോ. നിങ്ങളുടെ ഒരു നിസ്സാരമായ ഒരു ചെറിയ പേപ്പറിന്റെ കഷ്ണം വെറുതെ ഉണ്ടായി നിങ്ങൾ പറയോ? പിന്നെണ്ടോ ഈ പ്രപഞ്ചം, ഈ മണൽത്തരിയുമൊക്കെ? എത്ര മണൽത്തരിയുണ്ട് ഇവിടെ ഫ്രണ്ട്സ് ഗ്രൗണ്ടിൽ, എത്ര മണൽത്തരിയുണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തണമെങ്കിൽ കൊല്ലങ്ങൾ എടുക്കും. പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഏതൊരു വൃക്ഷത്തിന്റെ ഇല പൊഴിയുമ്പോഴും ആ ഇലയുടെ എണ്ണം അള്ളാഹുവിന്റെ കണക്കിലുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹ് അറിയാത്തൊരു സംഗതിയില്ല. ഇതാണ് അള്ളാഹു ജല്ല ജലാലു. നമ്മൾ അള്ളാഹുവിനെ പറ്റി ശരിക്കും മനസ്സിലാക്കണം. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. ഖുർആൻ പറയാണ്, നിങ്ങൾക്കൊരു ചെറിയ കുട്ടിക്കളിയാണ്, നിങ്ങളതങ്ങനെ അല്ലാ അല്ലാ എന്ന് പറഞ്ഞ് നടക്കാന്നല്ലാണ്ട് നിങ്ങൾക്ക് ശരിക്കും പടച്ചവനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വസ്സമാഉ മത്വിയാതുൻ ബിയമീനിഹി, ആകാശലോകങ്ങളൊക്കെ അള്ളാഹു ചുരുട്ടിപ്പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. യാ അല്ലാഹ്, ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുള്ള, ബില്യൺ കണക്കിന് ഗാലക്സികളുള്ള ഈ പ്രപഞ്ചത്തെ അള്ളാഹു തആല ചുരുട്ടിപ്പിടിക്കുന്നു. യാ അല്ലാഹ്. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി ലോകം കണ്ട പ്രഗൽഭനായ ഹദീസ് പണ്ഡിതനാണ്, മുഹദ്ദിസാണ്, തസവ്വുഫിന്റെ ആലിമാണ് മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി. ചരിത്ര പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ ഒരു കഥ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ ബനുൽ അബ്ബാസികൾ, അവരുടെ നബി തങ്ങളുടെ ഖിലാഫത്തിന്റെ കാലശേഷം വന്ന ഭരണാധികാരികളാണ് ബനുൽ അബ്ബാസി ഭരണകാലം, അബ്ബാസിഡ് കാലിഫേറ്റ്. നമ്മുടെ ചരിത്രത്തിലൊക്കെ മക്കൾ പഠിക്കുന്നുണ്ടാകും. അബ്ബാസിഡ് കാലിഫേറ്റ്, ബനു അബ്ബാസികൾ. അവരുടെ പോലീസുകാരനായിരുന്നു മാലിക് ഇബ്നു ദീനാർ. ഇന്ന് മാലിക് ഇബ്നു ദീനാർ എന്ന് പറയുമ്പോൾ ഉസ്താദുമാർക്കൊക്കെ അറിയും, മാലിക് ഇബ്നു ദീനാർ എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കൗലുകളും അദ്ദേഹത്തിന്റെ സംഭവങ്ങളൊക്കെ കൽബിലേക്ക് ഇങ്ങനെ വരും. പക്ഷെ അദ്ദേഹത്തിന്റെ തുടക്കം വലിയൊരു അത്ഭുതമാണ്. ഒരു കൊച്ചുമകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്. കല്യാണം കഴിഞ്ഞ് മക്കളായില്ല, കുറെ കാലം കഴിഞ്ഞാണ് കുട്ടി ഉണ്ടായത്, അതും ഒരു പെൺകുട്ടി. ആ കുട്ടിയെ വല്ലാണ്ട് സ്നേഹിച്ചു മാലിക് ഇബ്നു ദീനാർ എന്നവര്. വല്ലാത്ത സ്നേഹമായിരുന്നു കുഞ്ഞിനോട്. കൊച്ചുമക്കളൊക്കെ ഒരൽപ്പം ഗ്യാപ്പിന് ശേഷം ഉണ്ടാകുമ്പോഴേ എന്തെന്നില്ലാത്ത സ്നേഹം ഉണ്ടാവും, സ്വാഭാവികമാണ്. വലിയ സ്നേഹം നമുക്ക് അവരോട് തോന്നും. മാലിക് ഇബ്നു ദീനാർ എന്നവര് ആ കുഞ്ഞിനെ വല്ലാതെ സ്നേഹിച്ചു, വല്ലാതെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു വിഷയമുണ്ട്, നമ്മുടെ കൽബ് ഏതിനോടാണോ വല്ലാതെ ബന്ധിച്ചിരിക്കുന്നത് അവിടെ അള്ളാഹു ചില പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്ന. അതുകൊണ്ട് പാകത്തിന് നിന്നാ മതി. ഇതാണ് ഏതൊരു വിഷയം. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഇഷ്ടപ്പെടുന്ന ഒരാൾ ഭയങ്കരമായിട്ട് നമ്മൾ അള്ളാഹുവിനെയും കഴിച്ചപ്പുറത്തേക്ക് നമുക്ക് ഇഷ്ടം കൂടി പോയാൽ പടച്ച തമ്പുരാൻ ആ ആളിനെ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് അവിടെ ഭയങ്കരമായൊരു ശൂന്യത അനുഭവിക്കും. പാകത്തിന് മദീന. എപ്പോഴും ഒരു പാകത്തിനെ ഈ ലോകത്തെ ഏത് സംവിധാനങ്ങളെയും അത്രയേ കാണേണ്ടതുള്ളൂ. ഇതൊക്കെ നീങ്ങിപ്പോകുന്ന സംഗതിയാണ്. ഇതിനു വേണ്ടി വെറുതെ മുറവിള കൂട്ടി 4 സെന്റ് ഭൂമിക്ക് വേണ്ടി തെറ്റി നടക്കണ്ട. ഇതൊക്കെ ഇവിടെ ഇട്ടേച്ചു പോകുന്ന സ്ഥലമാണ്. മരിക്കുന്നവരെ
ഒരു മനുഷ്യനോടും ഒരു ദുൽമും ഒരു പരാക്രമവും ഒരു അനീതിയും ചെയ്യാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ, മരിച്ച മയ്യത്തെടുത്തു വെക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനായിരുന്നുവെന്ന് 3 മുഅ്മിനീങ്ങൾ സാക്ഷി പറഞ്ഞാൽ ആ മനുഷ്യൻ രക്ഷപ്പെടും. നല്ല മുഅ്മിനീങ്ങൾ, വെറുതെ ഉണ്ടാക്കി പറയാൻ പാടില്ല, ഉള്ളതുപോലെ പറയുന്ന 3 മുഅ്മിനീങ്ങൾ, ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ ഈ പെണ്ണ് ഒരു നല്ല പെണ്ണായിരുന്നു എന്ന് 3 മുഅ്മിനത്തുകൾ ഒരു പെണ്ണിന് സാക്ഷി നിന്നാൽ ആ പെണ്ണ് രക്ഷപ്പെട്ടു എന്നാണ്. സത്യസന്ധരായ മുഅ്മിനീങ്ങൾ. ഇന്നക്കും ശുഹദാഉല്ലാഹി ഫീ അർളി, നിങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിലെ അല്ലാഹുവിന്റെ സാക്ഷികളാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മാലിക് ഇബ്നു ദീനാർ എന്നവരുടെ കൊച്ചുമോൾ കള്ളുകുടിച്ചിങ്ങനെ വരുമായിരുന്നു. മദ്യപിച്ചാ വരിക. അന്ന് അദ്ദേഹം പോലീസുകാരനാണ്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ കള്ളു കുടിച്ച് പൂസായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അത് ശരിക്കും പൂസാവാത്ത പറഞ്ഞ അങ്ങനെ അർത്ഥം ശരിയാവുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ അങ്ങോട്ട് ബോധമല്ലാതെ വരെ വീട്ടിലേക്ക് വരിക. ഇപ്പത്തെ ഈ മയക്കുമരുന്നിന്റെ പ്രത്യേകത വലിയ ബുദ്ധിമുട്ട് എന്താ? മുമ്പൊക്കെ കള്ളുടിച്ചാൽ ആടി നടക്കണത് കാണാൻ പറ്റും. ഇപ്പം നടക്കണതൊക്കെ ലെവലാക്കാരം, ആളടിച്ചിട്ടുണ്ടാവും, അറിയാൻ പറ്റൂല. മുമ്പ് കള്ളിന് മണം വരും, ഇപ്പത്തെ കുട്ടിക്ക് മണം ഒന്നും അറിയില്ല, അങ്ങനെ ചിരിക്കണത് കാണാം. അപ്പൊ തിരിയും ഇതെന്തോ സംഗതി, എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന്. മുമ്പൊക്കെ 4 കാലിൽ നടക്കുക, വേലിമ പോയിട്ട് തിരക്കുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കൂളായിട്ട് നടക്കാണ്. മയക്കുമരുന്ന് അടിച്ചിട്ട് പാട്ട് പാടും, ഡാൻസ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു, ഡ്രൈവ് ചെയ്യുന്നു. എന്തൊരു ഡേഞ്ചറാണ് അതൊക്കെ! എത്ര മനുഷ്യന്മാരുടെ ജീവനാണ്. റോഡിലേക്ക് ബോധമില്ലാതെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ഓടിക്കുമ്പോൾ എത്ര ഡേഞ്ചറസ് ആണ്. അതിന്റെയൊക്കെ കുറ്റം എത്ര വലുതാണ്. ഇവിടുത്തെ രാജ്യത്തിന്റെ ട്രാഫിക് നിയമം അതിലപ്പുറം, പടച്ചതമ്പുരാന്റെ ശിക്ഷ അതിലപ്പുറം. ഇതൊക്കെയാണ് വാരിക്കൂട്ടുന്നത് ഈ ഒരു സംഗതി അടിച്ചിട്ട്. മാലിക് ഇബ്നു ദീനാർ തങ്ങള് തന്റെ ജീവിതത്തിലേക്ക് വലിയൊരു മാറ്റം വരുന്നതിന്റെ മുമ്പ് ഇദ്ദേഹം വലിയൊരു ആലിമായി മാറുക. അതിന്റെ തൊട്ട് മുമ്പത്തെ അനുഭവമാണ് ഈ പറയുന്നത്. നമ്മൾ അദ്ദേഹത്തെ ചെറുതായി കാണുകയോ അദ്ദേഹത്തിന്റെ മഹത്വത്തെ അവഗണിക്കുകയോ ഒന്നും അരുത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഗതകാലമാണ്. അദ്ദേഹം തന്നെ ഉദ്ധരിച്ച സംഭവമാണ്. ഞാനങ്ങനെ കുടിച്ചു വളരെ മതോന്മത്തനായി ബോധമില്ലാതെ ഞാൻ വരും. യാ അല്ലാഹ്, എന്റെ കുഞ്ഞിനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുമായിരുന്നു. ഞാൻ വീട്ടിലേക്ക് വന്ന് മദ്യം അതിന്റെ ആ ഒരു കോപ്പയിലേക്ക് മദ്യം ഒഴിച്ച് ഞാൻ ഇങ്ങനെ എടുക്കാൻ വരുമ്പോ, നടക്കാൻ പഠിച്ച എന്നാൽ സംസാരം തുടങ്ങിയിട്ടില്ലാത്ത എന്റെ പൊന്നുമോൾ എന്നെ കെട്ടിപ്പിടിക്കാൻ വരുന്ന പോലെ ഓടി വന്നിട്ട് എന്റെ കയ്യിലുള്ള ആ ഗ്ലാസ് തട്ടിത്തെറിപ്പിക്കും, അതവിടെ താഴെ ചിന്തും. ശബ്ദിക്കാൻ കഴിയാത്ത കുഞ്ഞ് പറയുന്ന പോലെ, ആ കുഞ്ഞ് പറഞ്ഞിട്ടില്ല, ആ കുഞ്ഞ് കൈകൊണ്ട് തട്ടുകയാണ് ചെയ്യുക. യാ അബതി തഖില്ലാഹ് മൽ ഖംറു ലിൽ മുസ്ലിമി അബദാ. ഉപ്പാ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ, ഒരു മുസ്ലിമിന് ഇത് പാടില്ല ഉപ്പാ എന്ന് ആ കുഞ്ഞ് പറഞ്ഞിരുന്ന പോലെ. കുഞ്ഞ് പറഞ്ഞില്ല, കൈകൊണ്ട് എപ്പോഴും തട്ടി. എപ്പോഴും ഗ്ലാസ് കയ്യിലുണ്ടോ കുട്ടി വന്ന് തട്ടിക്കളയും. ആ കുട്ടിയെ അല്ലാഹു കൊണ്ടുപോവുകയാണ്. ആ കുട്ടിയെ അല്ലാഹു കൊണ്ടുപോയി. ആ കുട്ടി മരിച്ചതിൽ പിന്നെ അദ്ദേഹം ബോധരഹിതനായി വീഴാറുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമായി. ആകെ കുറെ കാലം കഴിഞ്ഞ് കിട്ടിയ മോളാണ്. ആ മോള് 2 വയസ്സൊക്കെ ആയി ഇങ്ങനെ വരുന്നുള്ളൂ. 3 വയസ്സിൽ താഴെയാണ്. സംസാരം തുടങ്ങിയിട്ടില്ല. ഉപ്പയുടെ കയ്യിൽ നീ മദ്യം കണ്ടാ വന്ന് തട്ടിക്കളയും. ഇത്രയാ കുട്ടി ചെയ്യാറുള്ളത്. ആ കുട്ടി ഉപ്പാക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഉപ്പാ നിങ്ങളിത് കുടിക്കല്ലേ എന്ന്. മഹാനവറുകൾ അന്നൊരു രാത്രി സ്വപ്നം കാണുന്നു. ചില സ്വപ്നങ്ങൾ അല്ലാഹു നൽകുന്ന സന്ദേശങ്ങളാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ സത്യസന്ധമായ സ്വപ്നങ്ങൾ കാണുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഴയുണ്ടാ? ഒന്ന് ദിക്ർ ചൊല്ലണേ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. എല്ലാരും ചൊല്ലിക്കോളൂ. മഴ നമ്മുടെ ചുറ്റുവട്ടത്തേക്കും പോണേന്നാ എന്റെ ഉദ്ദേശം. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. اللهم على الآكام والجبال والضراب ومنابت الشجر. اللهم حوالينا ولا علينا. اللهم حوالينا ولا علينا. اللهم حوالينا ولا علينا. اللهم على الآكام والجبال والضراب وبطون الأودية ومنابت الشجر. അള്ളാന്റെ കാവലുണ്ടാകട്ടെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ആ കുഞ്ഞിനെ സ്വപ്നം കാണുകയാണ്. കഅന്നൽ ഖിയാമത ഖദ് ഖാമത്. ഖിയാമത്ത് നാൾ സംഭവിച്ചിരിക്കുന്നു. ആളുകൾ വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരികയാണ്. ജനങ്ങളെല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഹുഫാതൻ ഉറാതൻ ഗുർലൻ ബുഹ്മാ. ചെരുപ്പില്ലാതെ, വസ്ത്രങ്ങളില്ലാതെ,
എന്തൊന്നും അറിയാതെ സംസാരിക്കാൻ കഴിയാതെയാണ് എഴുന്നേറ്റ് വരുന്നത്. എല്ലാവരും ഖിയാമത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. എല്ലാവരും നിരപ്പാക്കി നിർത്തിയിരിക്കുന്ന ഭൂമികയിലേക്ക്, അല്ലാഹു വിചാരണയ്ക്ക് വിധിച്ച സ്ഥലത്തേക്ക് എല്ലാവരും നടന്നു പോകുന്നു. അപ്പോഴാണ് വലിയ ഒരു സർപ്പം, വലിയ ഒരു പാമ്പ് മഹാനവറുകളെ തേടി വരുന്നു. മാലിക് ഇബ്നു ദീനാർ തങ്ങളെ തേടി വരുന്നു. ആ ജനങ്ങളുടെ ഇടയിലൂടെ വന്നിട്ട് ഇദ്ദേഹത്തെയാണ് പിന്തുടരുന്നത്. വിഴുങ്ങാൻ വേണ്ടി വരുമ്പോൾ ആ പാമ്പിന്റെ പിടുത്തത്തിന് രക്ഷപ്പെടാൻ മഹാനവറുകൾ ഓടുകയാണ്. എന്നെ പിടിക്കാനായത് പിന്നാലെ വരുന്നു. എന്റെ ജീവൻ പിടയുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോഴാണ് വൃദ്ധനായ ഒരു മനുഷ്യൻ, നല്ല ഭംഗിയുള്ള ഒരു മനുഷ്യൻ, മെലിഞ്ഞ ഒരാൾ, തലപ്പാവ് ധരിച്ച ഒരു കല്ലിന്റെ മീതെങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരോട് ചെന്നിട്ട് പറഞ്ഞു, അവരോട് ചോദിച്ചു, ബില്ലാഹി അലൈക അൻഖിദ്നി, അല്ലാഹനെ വിചാരിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ, അല്ലാഹനെ വിചാരിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ഞാൻ അയാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, പൊയ്ക്കോ മോനെ പൊയ്ക്കോ, എന്നെ കൊണ്ട് കഴിയില്ല. നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്നവരുണ്ടോ എന്ന് നോക്കി, എന്നെ കൊണ്ടാവില്ല. ഞാൻ ഓടുകയാണ്. അങ്ങനെ ഹത്താ വഖഫ്തു അലാ ശഫീരി ജഹന്നം, നരകത്തിന്റെ വക്കിലേക്ക് ഞാൻ എത്തി നിൽക്കുകയാണ്. കത്തിയാളുന്ന അനന്തമായ കണ്ണെത്താ ദൂരത്തേക്ക് തീജ്വാലകളും ഘോര ശബ്ദങ്ങളുമുള്ള നരകം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. എൻ്റെ പിന്നിലാ പാമ്പുണ്ട്, എൻ്റെ മുമ്പിലാണെങ്കിലോ ജഹന്നം. ഞാൻ വിചാരിച്ചു നരകത്തിലേക്ക് ചാടുകയാകും, രക്ഷപ്പെടുക എന്ന്. അപ്പോഴാണ് ആരോ വിളിച്ചു പറയുന്നത്, ഇർജിഅ ലൈസ മിൻ അഹ്ലിഹാ, മാലിക് ഇബ്നു ദീനാർ തിരിച്ചു പോ, നീ ഈ നരകത്തിലേക്ക് വരേണ്ട ആളല്ല, തിരിച്ചു പോ എന്നോട് പറഞ്ഞു. ഞാൻ വീണ്ടും ഖിയാമത്തിന്റെ ആ ഗ്രൗണ്ടിലേക്ക് ഓടുകയാണ്. ഈ പാമ്പന്റെ പിന്നാലെയുണ്ട്. ആ വൃദ്ധനായ ശൈഖ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അയാളോട് ഒന്നുകൂടെ പറഞ്ഞു, അസ്അലുക ബില്ലാഹി അൻഖിദ്നി ഔ ദുല്ലനി, അല്ലാഹനെ വിചാരിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ, ഈ പാമ്പിൽ നിന്നൊന്ന് കാക്കണേ, അല്ലെങ്കിൽ എനിക്കൊരു വഴി പറഞ്ഞു തരൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല, പക്ഷേ അക്കാണുന്ന കൊട്ടാരമുണ്ടല്ലോ, ആ കൊട്ടാരത്തിലേക്ക് നീ പോയിക്കോ, അവിടെ നിനക്ക് എന്തെങ്കിലും രക്ഷയുണ്ടാകും. ഞാൻ അങ്ങോട്ട് ഓടുകയാണ്, പാമ്പന്റെ പിന്നാലെയുണ്ട്. ആ കൊട്ടാരമാണെങ്കിലോ മനോഹരമായ മരതക കല്ലുകളാൽ, അതിമനോഹരമായ കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട, മുത്തുകളാലും പവിഴങ്ങളാലും നിർമ്മിക്കപ്പെട്ട മനോഹരമായ കൊട്ടാരം. അവിടെ ചില ആളുകളുണ്ട്. അവര് വാതിൽ തുറക്കാൻ പറഞ്ഞു. അവിടെ വാതിൽ തുറന്നു തന്നു. ഞാൻ നോക്കുമ്പോൾ പൂർണ്ണചന്ദ്രന്റെ ശോഭയുള്ള മുഖമുള്ള ആയിരക്കണക്കിന് കൊച്ചുമക്കൾ അതിന്റെ ഉള്ളിലുണ്ട്. ഓരോരുത്തരും എന്റെ പിന്നാലെ വന്ന സർപ്പത്തെയും നോക്കി ആ മക്കളും പേടിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട മോൾ, 3 വയസ്സ് പ്രായത്തിൽ താഴെ, എന്നോട് വിട പറഞ്ഞ എൻ്റെ മകൾ ഓടി വരുന്നു. അബച്ചാ, എന്റെ ഉപ്പ എന്ന് പറഞ്ഞു. ثم ترمي بنفسها من القصر بيني وبين الثعبان, ആ കൊട്ടാരത്തിൽ നിന്ന് ചാടി വന്ന് എന്റെയും ഈ സർപ്പത്തിന്റെയും മുമ്പിൽ നിന്നിട്ട് ആ സർപ്പത്തോട് കുട്ടി പറയുന്നു, ഹാക്കദാ, പൊയ്ക്കോ എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ആ പാമ്പ് തിരിച്ചു പോകുന്നു. എന്നിട്ട് എൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട്, എൻ്റെ നെഞ്ചത്ത് കൈകൊണ്ടടിച്ചുകൊണ്ട് എൻ്റെ മോള് പറഞ്ഞൊരു വാക്കുണ്ട്, അബത്താ, എൻ്റെ ഉപ്പ. വിശുദ്ധ ഖുർആൻ ഓതുകയാണ് ആ കുട്ടി. സൂറത്തുൽ ഹദീദ്, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അലം യഅനി, സമയമായിട്ടില്ലേ, ലില്ലദീന ആമനൂ, മുസ്ലിമായ വാപ്പാക്കും ഉമ്മാക്കും ജനിച്ച മക്കളെ, സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയങ്ങൾക്ക് പേടി വരാൻ സമയമായിട്ടില്ലേ? നിങ്ങൾ എന്താണ് അല്ലാഹുവിനെ കുറിച്ച് ഭയപ്പെടാത്തത്? വമാ നസല മിനൽ ഹഖ്, വിശുദ്ധ ഖുർആനും പുണ്യ നബിയെയും അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ട് ആ മുസ്തഫായ നബിയെ ഉൾക്കൊള്ളാനും വിശുദ്ധ ഖുർആൻ ബോധിക്കാനും നിങ്ങൾക്ക് സമയമായിട്ടില്ലയോ? ഉറക്കത്തിൽ കിടക്കുന്ന മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു പോയി, ബൽ ആൻ, സമയമായിട്ടുണ്ട് മോളെ, സമയമായി. വാപ്പ നന്നാവുകയാണ്. മോളെ, ആ സർപ്പം എന്തായിരുന്നു? നീയൊന്ന് കൈകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചുപോയ ആ സർപ്പം എന്തായിരുന്നു മോളെ? അത് എന്തിനാ എന്റെ പിന്നാലെ വന്നത്?
പറഞ്ഞു, നിങ്ങൾ കുടിച്ച ഓരോ മദ്യത്തിന്റെ ഇറക്കുമാണത്, നിങ്ങൾ കുടിച്ച ഓരോ മദ്യമാണത്, ഓരോ മദ്യത്തിന്റെ കപ്പുകള്, കുപ്പികള്, നിങ്ങൾ കുടിച്ചു വെച്ച ലഹരിയാണത്, നിങ്ങൾ ഉപയോഗിച്ചിരുന്ന തിന്മകളാണത്, നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലമാണത്. അത് നിങ്ങളെ നരകത്തിലേക്ക് തള്ളിയിടാൻ വരികയായിരുന്നു, നിങ്ങളെ ഓടിച്ചിട്ട് നരകത്തിലേക്ക് ഇടാൻ വന്നതായിരുന്നു. പിന്നെ ചോദിച്ചു, മോളെ, ഒരു പ്രായമായ നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടല്ലോ അവിടെ, നല്ല പ്രായമായ മുഖഭംഗിയുള്ള ഒരാൾ. ആ മനുഷ്യനോട് ഞാൻ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത്തെ നേരം ഞാൻ പറഞ്ഞു, ഒരു വഴി പറഞ്ഞുതാ. അപ്പോഴാണ് അയാൾ ഈ കൊട്ടാരം എനിക്ക് കാണിച്ചു തന്നത്. മോളെ, നിങ്ങളൊക്കെ ഇവിടെ ആയിരുന്നോ? ആ മനുഷ്യൻ ആരാണെന്ന് മോൾക്കറിയുമോ? മോള് പറഞ്ഞു, ഹസൻ, അത് നിങ്ങളുടെ നന്മകളാണ്, പക്ഷേ മെലിഞ്ഞുപോയ നന്മകൾ. ആ മനുഷ്യൻ ദുർബലനാണ്. നിങ്ങളുടെ കർമ്മങ്ങൾ കുറച്ചല്ലേ ഉണ്ടായുള്ളൂ, കുറച്ചല്ലേ നന്മ ചെയ്തിട്ടുള്ളൂ. ഒരു റമദാനിലെ ഒരു നോമ്പ്, റമദാൻ 27 രാവിലെ ഒരു കരച്ചിൽ, അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആനില്ല, പിന്നെ കരച്ചിലില്ല, പിന്നെ അല്ലാഹു ഇല്ല, നിസ്കാരമില്ല. ഇങ്ങനെ ചുരുങ്ങിപ്പോയ മെലിഞ്ഞുപോയ നിങ്ങളുടെ നന്മയാണത്. ആ നന്മക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾ ആ നന്മയെ പരിപോഷിപ്പിച്ചില്ലല്ലോ. എന്നിട്ട് എൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ആ കുഞ്ഞ് കൈകൊണ്ടടിച്ചുകൊണ്ട് പറഞ്ഞു, അബച്ചാ, എൻ്റെ ഉപ്പാ, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെടാൻ ഇനിയും നിങ്ങൾക്ക് സമയമായിട്ടില്ലയോ? ഇത് കുട്ടി പറഞ്ഞപ്പോൾ ഫഫസിഅതു മിൻ നൗമി, ഞാൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു, ഞാൻ പേടിച്ചെഴുന്നേറ്റു. എഴുന്നേറ്റ് ഉടനെ ഞാൻ പറഞ്ഞു, ബൽ ആൻ റബ്ബേ സമയമായി, റബ്ബേ സമയമായി. ഇത് അള്ളാഹുവിൻ്റെ ഒരു ഉണർത്തലാണ്, ഇത് അള്ളാഹു എനിക്ക് തരുന്നൊരു സിഗ്നലാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനന്ന് ഒളു എടുത്തു, ഞാൻ പള്ളിയിലേക്ക് നടന്നുപോയി. സ്വലാത്തുൽ ഫജ്ർ, അന്ന് ഉറക്കം എനിക്ക് മതിയായില്ല. ആ ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി ഞാൻ പള്ളിയിലേക്ക് പോകുന്നു. എത്രയോ നാളുകളായി പള്ളിയിൽ ചെന്ന് നിസ്കരിച്ചിട്ട്. നോക്കണേ, സുബ്ഹി നിസ്കാരത്തിൽ ഞാൻ ഇമാമിൻ്റെ കൂടെ ജമാഅത്തിലേക്ക് നിൽക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് ഇമാം ചൊല്ലിയിട്ട് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഇമാം ഓതുന്നത് സൂറത്തുൽ ഹദീദാണ്. ആദ്യത്തെ റക്അത്തിൽ ഇമാം ആരംഭിച്ചത് അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. എന്റെ കുഞ്ഞെന്താണോ സ്വപ്നത്തിൽ എനിക്ക് ഓതിത്തന്നത്, അതേ ആയത്ത് ഇമാമിന്റെ നാക്കിലൂടെ ഞാൻ കേൾക്കുന്നു. എനിക്ക് അറബി അറിയാം. ഞാനത് കേട്ടപ്പോൾ ഇത് അല്ലാഹു തന്ന സിഗ്നലാണ്. എന്റെ കൊച്ചുമോൾ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അല്ലാഹു നൽകിയ മോള്, ആ മോളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ എന്റെ ദുഷ്പ്രവൃത്തി, എന്റെ മോശപ്പെട്ട തിന്മകള് ഞാൻ നിർത്തിവെച്ചില്ലായിരുന്നു. ആ എന്നെ നന്നാക്കാൻ അല്ലാഹു തീരുമാനിച്ചു. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയ എൻ്റെ സങ്കടം, എൻ്റെ മനസ്സിന് വന്ന വേദനയാവാം അതിന് കാരണം അല്ലാഹു എന്നെ ഉണർത്തുകയായിരുന്നു. അവിടെ മുതലാണ് വല്ലാഹി മാ കഅന്നഹു യഅനി ഇല്ലാ ഇയ്യായ്, ഇത് എന്നെ ഉദ്ദേശിച്ചാണ് അല്ലാഹു ഈ മനുഷ്യന്റെ നാവിലൂടെ ഓതിപ്പിക്കുന്നത്. ഞാൻ കേട്ടതും കണ്ടതുമാണ് ഞാനിപ്പോൾ കേൾക്കുന്നത്. ഇമാമിന്റെ ആ ഒരു ഓത്ത് കേട്ടതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ലോകപ്രസിദ്ധനായ ആലിം മഹാനായ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അതുകൊണ്ട് ഉറക്കമൊഴിക്കുമ്പോൾ, കളി കാണാൻ വേണ്ടി ഉറക്കമൊഴിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി അതിൻ്റെ ഡബിളെങ്കിലും നമുക്ക് ഉറക്കൊഴിക്കാൻ കഴിയണം. നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് ത്യാഗം ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒരു ത്യാഗം മനുഷ്യർക്ക് സേവനം ചെയ്യാൻ, നന്മ ചെയ്യാൻ, നാടിന് നന്മ ചെയ്യാൻ, അള്ളാഹുവിൻ്റെ അരികത്ത് കൂലി കിട്ടുന്ന ഒരു സൽക്കർമ്മത്തിനായിരിക്കട്ടെ നമ്മുടെ തളർച്ചയും നമ്മുടെ ഉറക്കൊഴിക്കലൊക്കെ, നമ്മുടെ യാത്രയും നമ്മുടെ കർമ്മങ്ങളും അതായിരിക്കട്ടെ. എന്നാൽ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുന്നു, നമ്മുടെ വിഷയം പടച്ച തമ്പുരാൻ ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് മുഅ്മിനേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് മടങ്ങുകയല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. വഇസ്സതി വജലാലി ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈൻ വലാ അജ്മഉ ലഹു അംനൈൻ. അല്ലാഹു റബ്ബിന്റെ അധികാരത്തെ, അല്ലാഹുവിന്റെ മഹത്വത്തെ മുൻനിർത്തി സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ മഹത്വത്തെ തന്നെയാണ് സത്യം.
എൻ്റെ മേന്മയെ തന്നെയാണ് സത്യം, എൻ്റെ ഉണ്മയെ തന്നെയാണ് സത്യം. എൻ്റെ മനുഷ്യന്, എൻ്റെ അടിമകൾക്ക്, മുഅ്മിനീങ്ങൾക്ക് രണ്ട് പേടി ഒരിക്കലും ഉണ്ടാവേണ്ടതില്ല. ദുനിയാവിൽ പേടിച്ച ആൾക്ക് ഇനി പരലോകത്ത് പേടിയുണ്ടാവില്ല. വലാ അജ്മഉ ലഹു അംനൈൻ. ഇവിടെ പേടിക്കാതെ നടന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് പേടിക്കാതിരിക്കേണ്ട അവസ്ഥ, പേടിക്കാതെ ജീവിക്കുന്നൊരവസ്ഥ വരില്ല. ഇവിടെ പേടിച്ചവർക്ക് നാളെ പേടിയില്ല. ഇവിടെ സുരക്ഷിതമാണ് എന്ന് വിചാരിച്ച് നടന്നവർ, പേടിയില്ലാതെ നടന്നവർ, അല്ലാഹുവിനെ ഭയപ്പെടാതെ നടന്നവർ, അവർക്ക് നാളെ ഭയപ്പെടേണ്ടി വരും. അതുകൊണ്ട് രണ്ട് പേടിയും രണ്ട് പേടിയില്ലായ്മയും ഒരു മനുഷ്യന് ഒരേ സമയത്ത് വരില്ല. ഇവിടെ പേടിച്ചാൽ നാളെ പരലോകത്ത് പേടി വേണ്ട. ഇവിടെ ഭയപ്പെടാതെ നടന്നവർക്ക് നാളെ പേടിക്കേണ്ടി വരും. ആ പേടി കൊണ്ട് പിന്നെ കാര്യമുണ്ടാവില്ല. എന്നെ മൈൻഡ് ചെയ്യാതെ ദീനിന്റെ അറിവുകൾ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ആലിമീങ്ങൾ നമ്മുടെ മിമ്പറിൽ നിന്ന്, നമ്മുടെ പള്ളിയിൽ നിന്ന്, നമ്മുടെ മദ്രസയിൽ നിന്ന്, ദർസിൽ നിന്ന്, വാളുകളിൽ നിന്ന്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇഷ്ടം പോലെ കേൾക്കാനും അറിയാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടായിട്ട് അത് പറയുന്നത് ഇൽമാണ്, അത് ദീനാണ്. അള്ളാഹുവിന്റെ ദീനും ഖുർആനും ഹദീസും പറയുമ്പോൾ അതിന് ചെവി കൊടുക്കാതെ മൈൻഡ് ചെയ്യാതെ നടക്കുന്നവർക്ക് നാളെ പേടിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഇവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്ക് നാളെ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മാപ്പ് നൽകട്ടെ. അള്ളാഹു നമുക്ക് നന്നാവാൻ തൗഫീഖ് നൽകട്ടെ. വഖുൽതു യാ അമലി ഫീ കുല്ലി നായിബത്തിൻ وقلت يا أملي في كل نائبة ومن عليه بكشف الضر أعتمد أشكو إليك ذنوبا أنت تعلمها ما لي على حملها صبر ولا جلد وقد مددت يدي بالذل معترفا إليك يا خير من مدت إليه يدو فلا تردنها يا ربي خائبة فبحر جودك يروي كل من يرد. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ഇരക്കുകയാണ്. വഖുൽതു, ഞാൻ പറയട്ടെ, യാ അമലി ഫീ കുല്ലി നായിബത്തിൻ, എല്ലാ വിപത്തുകളും ദുഃഖമുള്ള വാർത്തകൾ വരുമ്പോഴും, സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും, കടങ്ങൾ കുമിഞ്ഞുകൂടുമ്പോഴും, മക്കളുടെ വിവാഹം നടക്കാതെ നീണ്ടുപോകുമ്പോഴും, അസുഖങ്ങൾ മാറാതിരിക്കുമ്പോഴും, ശരീരത്തിൽ വേദനകൾ വന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും, യാ അമലി, എൻ്റെ പ്രതീക്ഷയായ റബ്ബേ, ഫീ കുല്ലി നായിബത്തിൻ,